എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 49ാമത്തെ സർഗത്തിൽ 8 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു നിർത്തിയത് ഇന്ദ്രൻ തൻ്റെ വാഗ്വൈഭവം കൊണ്ട് താൻ ഒറ്റയ്ക്ക് ചെയ്തതായ ചീത്ത പ്രവൃത്തിയാണെങ്കിലും ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി അവരെ ബോധ്യപ്പെടുത്തിയിട്ട് തനിക്ക് സംഭവിച്ചതായ നിർവീര്യത ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അഗ്നിയൊക്കെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അഗ്നി മാത്രമല്ല, ദേവന്മാരൊക്കെ കൂടി ചെന്നിട്ട് പിതൃദേവതകളോട് അവരുടെ കയ്യിലുള്ളതായ ആടിൻ്റെ വൃഷണങ്ങൾ, ആ ആടിനെ ബലി നൽകി ഭുജിക്കാനുള്ളതാണ്, അതുകൊണ്ട് ആ വൃഷണങ്ങൾ ഇന്ദ്രന് കൊടുക്കണം എന്ന് പറയുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് നോക്കാം. 8ാമത്തെ ശ്ലോകം നോക്കാം. അഗ്നേസ്തു വചനം ശ്രുത്വാ പിതൃദേവാ സമാഗതാഃ ഉത്പാട്യമേഷ വൃഷണൗ സഹസ്രാക്ഷേന്യവേശയത്. അഗ്നേഹേ വചനം ശ്രുത്വാ തു, അങ്ങനെ അഗ്നിയുടെ വാക്കുകൾ കേട്ടിട്ട്, അഗ്നിദേവൻ്റെ വാക്കുകൾ, അഗ്നിയും മറ്റ് ദേവന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ വാക്കുകൾ കേട്ടിട്ട് സമാഗതാഃ പിതൃദേവാഃ, വന്നു ചേർന്നവരായിട്ടുള്ള പിതൃദേവതകൾ, പിതൃക്കളെല്ലാവരും തന്നെ, പിതൃക്കളുടെ ദേവതമാർ, അവരെല്ലാവരും എന്തു ചെയ്തു? അവർ മേഷവൃഷണവും ഉത്പാട്യ, അവരുടെ കയ്യിലുള്ളതായ ആടിൻ്റെ വൃഷണങ്ങൾ മുറിച്ചെടുത്തിട്ട്, ഛേദിച്ചിട്ട്, സഹസ്രാക്ഷേ ന്യവേശയത്, സഹസ്രാക്ഷനിൽ, ഇന്ദ്രനിൽ വെച്ചു പിടിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ നിർവീര്യനായിട്ടുള്ള ഇന്ദ്രൻ്റെ ആ അവസ്ഥ മാറിക്കിട്ടിയെന്നർത്ഥം. അതിനുശേഷം എന്താണ് പിതൃദേവന്മാർ എന്താ ചെയ്തത്? തഥാ പ്രഭൃതികാകുത്സ്ഥ പിതൃദേവാ സമാഗതാഃ അഫലാൻ ഭുഞ്ജതേ മേഷാൻ ഫലൈസ്തേഷാമയോജയൻ. തഥാ പ്രഭൃതി, അല്ലയോ കാകുത്സ്ഥ, അല്ലയോ ശ്രീരാമ, അന്നു മുതൽക്ക് പിതൃദേവാഹ സമാഗതാഹ പിതൃദേവാഹ, അവിടെ വന്നു ചേർന്നവരായ, ഇന്ദ്രനെ സഹായിച്ച് അവിടെ വന്നു ചേർന്നവരായിട്ടുള്ള പിതൃദേവതകളെല്ലാവരും തന്നെ അഫലാൻ മേഷാൻ ഭുഞ്ജതേ, അഫലന്മാരായ, അതായത് ഈ വൃഷണങ്ങളില്ലാത്തവയായിട്ടുള്ള മേഷങ്ങൾ ആടുകൾ, അവയെ ഭുഞ്ജതേ, അവയെയാണ് ഇവർ കഴിക്കാറുള്ളത്. ബലി നൽകുകയും അതിൻ്റെ മാംസം ഭുജിക്കുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല, ആരാണോ ഇങ്ങനെയുള്ള ആടുകളെ അവർക്ക് നൽകുന്നത് അവർക്ക് അനുഗ്രഹവും കൊടുക്കാറുണ്ട്. ഫലൈഹി തേഷാം അയോജയൻ, ആരാണോ ഇവർക്ക് ആടുകളെ ദാനം നൽകുന്നവർ അവർക്ക് ഫലൈഹി തേഷാം അയോജയൻ, അവർക്ക് ധാരാളം ഫലങ്ങൾ അനുഗ്രഹിച്ച് നൽകുകയും ചെയ്തു. പിതൃദേവതകൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇനി 10ാമത്തെ ശ്ലോകം നോക്കാം. ഇന്ദ്രസ്തു മേഷവൃഷണാസ്തദാ പ്രഭൃതി രാഘവ ഗൗതമസ്യ പ്രഭാവേന തപസാ ച മഹാത്മന. ഇന്ദ്രനാകട്ടെ തഥാ പ്രഭൃതി, അന്നു മുതൽക്ക്, ഈ പിതൃദേവതകൾ അങ്ങനെ ചെയ്തത് മുതൽക്ക് മേഷവൃഷണനായി തീർന്നു, മേഷത്തിൻ്റെ വൃഷണങ്ങൾ വച്ചു പിടിപ്പിച്ചവനായി തീർന്നു. അല്ലയോ രാഘവ, അത് സംഭവിച്ചത് എങ്ങനെയാണ്? ഗൗതമസ്യ പ്രഭാവേന തപസാച മഹാത്മനഃ ഗൗതമസ്യ, മഹാത്മാവായിട്ടുള്ള ആ ഗൗതമൻ്റെ തപസ്സുകൊണ്ടും പ്രഭാവം കൊണ്ടുമാണ് ഇന്ദ്രൻ മേഷവൃഷണനായി തീർന്നത് എന്നർത്ഥം. 11ാമത്തെ ശ്ലോകം നോക്കാം. തദാ ഗച്ഛ മഹാതേജ ആശ്രമം പുണ്യകർമ്മണ താരയൈനാം മഹാഭാഗാമഹല്യാം ദേവരൂപിണീം. എന്നിട്ട് ഇവിടെ പറയാണ്, ഈ കഥയൊക്കെ പറഞ്ഞ് വിശ്വാമിത്രൻ ശ്രീരാമന് കേൾപ്പിച്ചു കൊടുത്തു, ഇന്ദ്രൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ചെല്ലേണ്ടത് ഈ അഹല്യ ഇപ്പോഴും താമസിക്കുന്നതായിട്ടുള്ള ആ ആശ്രമത്തിലേക്കാണ്. അഹല്യ എവിടെയാണെന്ന് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതാണ് തത് ആഗച്ഛ, അല്ലയോ ശ്രീരാമ അങ്ങ് വന്നാലും, മഹാതേജസ്വിയായിട്ടുള്ള അല്ലയോ അങ്ങ് ശ്രീരാമ അങ്ങ് വന്നാലും, പുണ്യകർമ്മണ ആശ്രമം, ആ പുണ്യകർമാവിൻ്റെ, ഗൗതമൻ്റെ അല്ലെങ്കിൽ അഹല്യയുടെ ആശ്രമം ഇവിടെ തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഏനാം മഹാഭാഗാമഹല്യാം ദേവരൂപിണിയും താരയ, മഹാഭാഗയായിട്ടുള്ള നല്ല സുന്ദരിയും മിടുക്കിയും കഴിവുള്ളവളും ഗൗതമൻ്റെ പത്നിയും ഒക്കെ ആണല്ലോ. ഒരു തൽക്കാലത്തേക്ക് എപ്പോഴോ വന്ന ഒരു ദുർബുദ്ധി കൊണ്ട് സംഭവിച്ചതാണ്. അതൊക്കെ മാറിപ്പോയി. തപസ് ചെയ്തിട്ട് കഠിനമായിട്ടുള്ള തപോവ്രതങ്ങളെ കൊണ്ട്
ആ പാപങ്ങളൊക്കെ അവൾ കഴുകിക്കളഞ്ഞു അഹല്യ. അതുകൊണ്ടാണ് മഹാഭാഗയാണ്, അതുപോലെ തന്നെ ദേവരൂപിണിയായി തീർന്നു. അങ്ങനെയുള്ള ഈ അഹല്യയെ ഈ ശാപത്തിൽ നിന്നും താരയ മോചിപ്പിക്കൂ, അവളെ എന്താണ് ഗൗതമനോടുകൂടി ചേർത്താലും അതിനു വേണ്ടിയിട്ട് അങ്ങ് ഈ ആശ്രമത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ ശ്രീരാമനെ അഹല്യയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവാണ്. 12ാമത്തെ ശ്ലോകം നോക്കാം. വിശ്വാമിത്രവച ശ്രുത്വാ രാഘവഃ സഹ ലക്ഷ്മണ വിശ്വാമിത്രം പുരസ്കൃത്യ ആശ്രമം പ്രവിവേശഃ. വിശ്വാമിത്രവച ശ്രുത്വാ രാഘവഃ സഹ ലക്ഷ്മണ രാഘവ. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മണനോടുകൂടിയ രാഘവൻ ശ്രീരാമൻ എന്തു ചെയ്തു? വിശ്വാമിത്രനെ മുമ്പിൽ നടത്തിക്കൊണ്ട് പിന്നാലെ നടന്നുകൊണ്ട് രണ്ടുപേരും ആശ്രമം പ്രവിവേശ, അഹല്യയുടെ ഗൗതമന്റെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. വിശ്വാമിത്രനാണ് മുമ്പ് നടക്കുന്നത്, തൊട്ടു പിന്നിൽ ശ്രീരാമനും ലക്ഷ്മണനും നടക്കുകയാണ്. എന്നിട്ടോ അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റി എന്നാണ് പറയണത്. ദദർശ, മറ്റാരും അതുവരെ കണ്ടിരുന്നില്ല. ആ ഒരു ചീത്ത പ്രവൃത്തി ചെയ്തതിന് ശേഷം, ഗൗതമന്റെ ശാപം ഉണ്ടായതിനു ശേഷം അഹല്യയെ ആരും കണ്ടിട്ട് പോലും ഇല്ല അത്രേ. അങ്ങനെയുള്ള ആ അഹല്യയെ കാണുകയാണ്. അത് ഒരു 3-4 ശ്ലോകങ്ങളെ കൊണ്ടാണ് പറയണത്. ദദർശ എന്നുള്ള ക്രിയാപദം ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകങ്ങൾ 3 വായിക്കാം. ദദർശ ച മഹാഭാഗാം തപസാദ്യോദിതപ്രഭാം ലോകൈരപി സമാഗമ്യ ദുർനിരീക്ഷ്യാം സുരാസുരൈഃ പ്രയത്നാൻ നിർമ്മിതാം ധാത്രാ ദിവ്യാം മായാമയീമിവ ധൂമേനാഭിപരീതാംഗീം ദീപ്താമഗ്നിശിഖാമിവ സതുഷാരാവൃതാം സാഭ്രാം പൂർണ്ണചന്ദ്രപ്രഭാമിവ മധ്യേംഭസോ ദുരാധർഷാം ദീപ്താം സൂര്യപ്രഭാമിവ. ആ ശോഭ അത്രയ്ക്കുള്ളത് കൊണ്ട് ഓരോന്നുപോലെ എന്ന് വർണ്ണിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളതായ ആ അഹല്യയെ ശ്രീരാമ ദദർശ കണ്ടു എന്ന്. ആദ്യത്തെ വാക്ക് തന്നെ കണ്ടു എന്നാണ്. എങ്ങനെയൊക്കെയുള്ളവളാണ്? മഹാഭാഗാം തപസാദ്യോതിതപ്രഭാം. മഹാഭാഗ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവള്, അതുപോലെ തന്നെ തപസ്സുകൊണ്ട് കാന്തി ചിന്തുന്നവൾ. തപസാ ദ്യോതിതപ്രഭാം, തപസ്സുകൊണ്ട് കാന്തി ചൊരിയുന്നവള്. അതാണല്ലോ തപസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ശുദ്ധമായിട്ടുള്ള ആ ഒരു അവസ്ഥ, ശരീരത്തിൽ എപ്രകാരമാണോ ശുദ്ധി തപസ് വരുത്തുന്നത്, അതേപോലെ തന്നെ മനഃശുദ്ധി ഉണ്ടാവും. അത് ശരീരത്തിൽ കൂടെ പ്രതിഫലിക്കുകയും ചെയ്യും. ആ ഒരു ദിവ്യ തേജസ് ഏറ്റുവാങ്ങിയിട്ടുള്ളവളും. ലോകൈരപി സമാഗമ്യ ദുർനിരീക്ഷ്യാം, അവിടെ ലോകത്ത് എല്ലാവർക്കും കാണാൻ പറ്റാത്തവളും എന്നാൽ ഇപ്പോൾ കാണാൻ പറ്റുന്നവള്, ശ്രീരാമന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നവളായി തീർന്ന, ലോകർക്കൊക്കെ കാണാൻ പറ്റുന്നവളായി തീർന്നു. അതുവരെ ദുർനിരീക്ഷ്യാം സുരാസുരൈഹി, ദേവന്മാർക്കും അസുരന്മാർക്കുമൊക്കെ ദുർനിരീക്ഷയായി അതുവരെ വർത്തിച്ചിരുന്നവളായ അങ്ങനെയുള്ള അഹല്യ. ആ അഹല്യയെ കണ്ടാൽ ഏതുപോലെയാ തോന്നുക? പ്രയത്നാം നിർമ്മിതാം ധാത്ര ദിവ്യാം മായാമയീമിവ. പ്രയത്നിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങനെ ഒരു സൃഷ്ടി നടത്തിയത് ബ്രഹ്മാവ്. ധാത്ര പ്രയത്നാം നിർമ്മിതാം ദിവ്യാം മായാമയീം, ദിവ്യരൂപയും മായാമയിയുമായ, എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് മായാമയി എന്ന് പറയുന്നത്. മായാമയിയും ദിവ്യയുമായിട്ടുള്ള അങ്ങനെയുള്ള ആ രൂപം നേടിയെടുത്ത, തപസ്സുകൊണ്ട് ആർജിച്ചെടുത്തവളായ അഹല്യയെ കണ്ടു. അതുപോലെ ധൂമേന അഭിപരീതാംഗീം ദീപ്താം അഗ്നിശിഖാമിവ. ധൂമേന, ധൂമം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുകപടലത്തിൻ്റെ ഉള്ളിൽ വർത്തിക്കുന്നതായ അഗ്നിശിഖ പോലെ. ധൂമേന അഭിപരീതാംഗീം, ചുറ്റും പുക വരുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ നല്ല തേജസ്സാർന്ന ഒരു അഗ്നിശിഖ പോലെ, അഗ്നിനാളം പോലെ, ദീപ്തം ജ്വലിച്ചു നിൽക്കുന്നതായ അഗ്നിശിഖാമിവ. മാത്രമല്ല മറ്റൊരു ഉപമ, കുറേ ഉപമകൾ പറയാണ്. സ തുഷാരാവൃതാം സാഭ്രാം പൂർണ്ണചന്ദ്രപ്രഭാമിവ. ചെറിയ മഞ്ഞുമൂടി ആകാശത്തിൽ കാണപ്പെടുന്നതായ ചന്ദ്രക്കലയെ പോലെ. അപ്പോൾ ആ ഒരു മറവുണ്ട് കുറേശ്ശെ. ആ മറവ് വരണത് ശ്രീരാമന്റെ ശാപമോക്ഷം കൊടുക്കുന്നത് വരെയാണ്. ശ്രീരാമൻ ശാപമോക്ഷം കൊടുത്താൽ ഈ മറ നീക്കി അഹല്യ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് പുകയുടെ ഉള്ളിൽ വർത്തിക്കുന്നവളായ
വർത്തിക്കുന്നതായ അഗ്നിനാളത്തെ പോലെ, അതുപോലെ സതുഷാരം മഞ്ഞുതുള്ളികളാൽ മൂടപ്പെട്ടതായ ആകാശത്ത് വർത്തിക്കുന്നതായ പൂർണ്ണചന്ദ്രനെ പോലെ, അതുപോലെ മധ്യേംഭസോ ദുരാധർഷാം ദീപ്താം സൂര്യപ്രഭാമിവ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന അംഭസഹ മധ്യേ വെള്ളത്തിൽ കാണുന്നതായ അടക്കാനാവാത്ത ശക്തിയുള്ളതായ സൂര്യപ്രഭയെ പോലെയൊക്കെയുള്ള അഹല്യയെ ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും ദദർശ കണ്ടു എന്നാണ് പറയുന്നത്. ആശ്രമത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ആർക്കും കാണാൻ സാധിച്ചിരുന്നില്ല. ആശ്രമത്തിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഒരു ഗൃഹത്തിൻ്റെ ഉള്ളിലെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മഴയും വെയിലും പുകയും മഞ്ഞും ഒക്കെ കൊണ്ടിരിക്കുകയാണ്, പുറത്ത് തന്നെ ഉണ്ട്, പക്ഷേ ആർക്കും കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ശ്രീരാമനും ലക്ഷ്മണനും അതുപോലെ വിശ്വാമിത്രനും അവിടേക്ക് ചെന്നപ്പോൾ അഹല്യയെ കാണാറായി എന്നാണ് പറയണത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. അഗ്നേസ്തു വചനം ശ്രുത്വാ പിതൃദേവാഃ സമാഗതാഃ ഉത്പാട്യമേഷ വൃഷണൗ സഹസ്രാക്ഷേണ്യവേശയത് തദാ പ്രഭൃതികാകുത്സ്ഥ പിതൃദേവാഃ സമാഗതാഃ അഫലാൻ ഭുഞ്ജതേ മേഷാൻ ഫലൈസ്തേഷാമയോജയൻ ഇന്ദ്രസ്തു മേഷവൃഷണാസ്തദാ പ്രഭൃതിരാഘവ ഗൗതമസ്യ പ്രഭാവേന തപസാ ച മഹാത്മനഃ തദാഗച്ഛ മഹാതേജ ആശ്രമം പുണ്യകർമ്മണഃ താരയൈനാം മഹാഭാഗാമഹല്യാം ദേവരൂപിണീം വിശ്വാമിത്രവച ശ്രുത്വാ രാഘവഃ സഹ ലക്ഷ്മണഃ വിശ്വാമിത്രം പുരസ്കൃത്യ ആശ്രമം പ്രവിവേശഃ ദദർശ ച മഹാഭാഗാം തപസാദ്യോതിതപ്രഭാം ലോകൈരപി സമാഗമ്യ ദുർനിരീക്ഷ്യാം സുരാസുരൈഃ പ്രയത്നാൻ നിർമ്മിതാം ധാത്രാ ദിവ്യാം മായാമയീമിവ ധൂമേനാഭിപരീതാംഗീം ദീപ്താമഗ്നിശിഖാമിവ സതുഷാരാവൃതാം സാഭ്രാം പൂർണ്ണചന്ദ്രപ്രഭാമിവ മധ്യേംഭസോ ദുരാധർഷാം ദീപ്താം സൂര്യപ്രഭാമിവ. അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന അഹല്യയെ ഇവരെല്ലാവരും കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശ്ലോകങ്ങൾ നിർത്തുകയാണ്. ബാക്കി കഥ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.